എങ്ങനെയായിരുന്നു ഈ ഓഡീഷനിലൊക്കെ വരുന്നത്? ഓഡിഷനിൽ വരുന്നത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. കൊച്ചിലെ പോലും അങ്ങനെ സ്കൂൾസിൽ ഒന്നും ആക്റ്റീവ് ആയിരുന്നില്ല. ഇപ്പോഴും അതെ, പക്ഷെ എന്നാലും ആ സമയത്ത് ചേച്ചിക്കാണ് ആക്ച്വലി ഓഫർ വന്നതെന്ന് തോന്നുന്നു. ഞാനും ചേച്ചിയും. അച്ഛൻ LIC ഡെവലപ്മെന്റ് ഓഫീസർ ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ആയി. സ്വസ്ഥ ജീവിതം. അമ്മ ഹൗസ് വൈഫാണ്. ആളിപ്പോ ഭയങ്കര ഹൗസ് വൈഫ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ യൂട്യൂബിലൂടെ ട്രേഡിംഗ് ഒക്കെ പഠിച്ചു ഭയങ്കര ട്രേഡറാണ് ഇപ്പൊ. അത് ഞങ്ങൾക്ക് എല്ലാരും വലിയൊരു അത്ഭുതമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ അമ്മ പലപ്പോഴും അങ്ങനെയാണ്. മക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയാണ് പലപ്പോഴും സ്ത്രീകൾ അവരുടെ ജീവിതം മാറ്റി വെക്കാറുണ്ടായിരുന്നത് മുമ്പൊക്കെ. ഇപ്പൊ എല്ലാവരും കല്യാണം കഴിച്ചു വിടുന്നവരെ അവരെ എൻഗേജ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞാണ് അതെ കുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്നത് വരെ അമ്മമാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതില്ല ഇനിയിപ്പോ നിന്റെ കുട്ടി ഉണ്ടാവണം. നിനക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോ അവര് പിന്നെ എൻഗേജ്ഡ് ആവും. അല്ല, അത് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ഉണ്ടാവുന്നെങ്കിൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ആള് ഇപ്പോഴാണ് മോഡേൺ ആയത് കേട്ടോ. എന്നിട്ട് എനിക്ക് മനസ്സിലായി താങ്കളുടെ അപ്രോച്ച് കണ്ടപ്പോ എനിക്ക് ഇവിടെ കഷ്ടം തന്നെ. ഒരാള് വന്ന് ഞാൻ നോക്കുമ്പോഴേ ഗൗരി അവിടെ വരാനായിട്ട് നമ്മളെ ഗസ്റ്റിനെ വിളിക്കണം. ഗൗരിക്ക് ഒരു ഇൻട്രോ കൊടുക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ വിഷ്ണു എന്നിട്ട് ബ്ലൂ മാച്ച് എന്ന് പറഞ്ഞേ അവനൊന്നുമില്ല പറ. അവന്റെ ബ്ലൂ ഇല്ലല്ലോ. പിന്നെ ഇതെന്ത് ഇത് ചേട്ടാ? ചേട്ടനെ ആ ഗ്ലാസ് ഒന്ന് മാറ്റി നോക്കിയേ. അയ്യോ ബ്ലൂ ആയിരുന്നാ നീ? ശരി. എന്നിട്ട് പറഞ്ഞു ആള് കൃഷ്ണൻ, ഗൗരി കൃഷ്ണൻ ആണല്ലോ. കൃഷ്ണൻ വിഷ്ണുവിന്റെ വേറൊരു അവതാരമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ മാറ്റി. അല്ല, ഞാൻ വിചാരിച്ചു ആകെ ചോദിക്കണത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു. ചോദിച്ചത് തുടങ്ങിയപ്പോഴും എന്നോട് പറയാറുണ്ടല്ലോ. അല്ല, എവിടെ വരെ പോകുന്ന ഞാൻ വിചാരിച്ചു. പ്രോത്സാഹിപ്പിച്ചു അപ്പൊ എന്നെ മുളയിലെ നുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ചേച്ചിയുടെ കൂടെ എന്താ പോയപ്പം കിഷോർ സത്യ ചേട്ടൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അവർക്കൊരു കുഞ്ഞു കുട്ടിയാണ് ആവശ്യം. ലൈക്ക് ഒരു ചേച്ചി കുറച്ച് മെച്ചുവേർഡായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കരഞ്ഞോണ്ടാണ് പോയത്. കാരണം എനിക്ക് ഭയങ്കര സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു. എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് അച്ഛൻ മരിച്ചു പോകുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ ഇടായിരുന്നു. അപ്പൊ എന്റെ ദൈവം എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ അച്ഛനോടും അമ്മയോടും പോകാൻ പറഞ്ഞു. എനിക്ക് അവരെ നിൽക്കുമ്പോൾ എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പക്ഷെ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും ഇങ്ങനെ സൈലന്റ്. അപ്പൊ എനിക്ക് ഭയങ്കര ഓക്വേർഡ്. എനിക്ക് പോണോ നിൽക്കണോ? പക്ഷേ ഗണേശ് ചേട്ടനായിരുന്നു റൈറ്റർ, ഗണേശ് ഒലിക്കര. ഗണേശ് ചേട്ടൻ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു നീയാണ് നമ്മുടെ ഗൗരീന്ന്. അവിടെ നിന്ന് തുടങ്ങിയതാണ് പൗർണമി തിങ്കൾ വരെ യാത്ര ചെയ്തു. എത്ര വർഷമായി? 12 വർഷമായി. പൗർണമി തിങ്കൾ ചെയ്യുമ്പോ 11 വർഷത്തോളം ആയി. അല്ല, നമ്മള് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത കൈരളിയിലെ ആർപ്പോറോ എന്ന് പറഞ്ഞ ഷോയിലൂടെയാണ് ഞങ്ങൾ താരോത്സവത്തിന്റെ സെക്കൻഡ് പാർട്ട് ആർപ്പോറോ. അതിലാണ് ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ ഞാൻ വല്ലാണ്ടങ്ങ് വളർന്നു പോയി. അതെ പാടണോ? ഉറപ്പായിട്ടും ആടാൻ വേണം. ആടുന്നില്ല, അതടുത്ത പാടാം. പാടും. ഇപ്പൊ എനിക്ക് ഒന്നാളെ പനിയാണ്, അതുകൊണ്ട് എങ്ങനെ ഏത് വഴി പോകുന്ന എനിക്ക് അറിയില്ല. ഓക്കെ, കുറച്ച് പഴയ പാട്ട് പാടാം. എനിക്കതേ അറിയാം.